Hello everyone, welcome to our channel. ഞാൻ കാവേരി സുദേശ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് സ്മാർട്ട്ലി വിത്ത് എ നാർസിസിസ്റ്റ്. ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇമോഷണലി ഷാറ്റേർഡ് ആയി പോവാതെ നമ്മളെ ഇമോഷണലി ഡിസ്ട്രോയ് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കാം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഓരോ സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് പറയാൻ പാടില്ല എന്നുള്ളത് എക്സാമ്പിൾസ് വെച്ചിട്ട് പറയാം. അതുപോലെ തന്നെ ഒരു നാർസിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട 5 ഗോൾഡൻ റൂൾസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുക എന്നുള്ളത് നമ്മളൊരു നൂൽപ്പാലത്തിലൂടെ നടക്കുന്ന പോലെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ അവരുടെ ട്രാപ്പിൽ നമ്മൾ വീഴും. നമ്മൾ അറിയാതെ ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി, അപ്പോൾ തന്നെ അത് നമ്മളെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യാനോ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യാനോ ഗ്യാസ് ലൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും അവരോട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ദേ ആർ നോട്ട് ലിസണിങ് ടു അണ്ടർസ്റ്റാൻഡ്, ദേ ലിസൺ ടു കൺട്രോൾ. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് അത് മനസ്സിലാക്കണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയല്ല. അവർ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് ശ്രദ്ധിക്കുന്നത്. എന്ത് കാര്യം നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, എന്ത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, ഇതിലാണ് അവരുടെ ഫോക്കസ് ഓട്ടോമാറ്റിക്കലി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഒരു കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട, പകരം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇമോഷണലി എക്സോസ്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സിറ്റുവേഷൻസിലും എന്ത് പറയാൻ പാടില്ല എന്ന് നോക്കാം. സേ ദിസ്, നോട്ട് ദാറ്റ്. ഫോർ എക്സാമ്പിൾ, അവരിപ്പം നമ്മളെ ഒരു കാര്യത്തിന് ബ്ലെയിം ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ തിരിച്ച് ഇതെൻ്റെ കുഴപ്പമല്ല, ഇത് നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങൾ എൻ്റെ മേൽ ബ്ലെയിം ഇടാൻ ശ്രമിക്കുകയാണ് എന്നല്ല പറയേണ്ടത്. പകരം നമുക്ക് പറയാൻ പറ്റുന്നത്, ഐ സീ ഇറ്റ് ഡിഫറെൻ്റ്ലി. ഞാൻ അതിനെ ഇങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എൻ്റെ ഒപ്പീനിയൻ ഇതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. നമ്മൾ പലപ്പോഴും യു എന്ന പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അവർ ഇൻസെക്യൂർ ആവുന്നതും അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമോഷണലി അബ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാർസിസ്റ്റിൻ്റെ അടുത്ത് ഡീൽ ചെയ്യുമ്പോൾ യു എന്ന പോയിന്റ് ഔട്ട് ചെയ്യാണ്ട് നമ്മൾ ഐ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാൻഡ് പറയുകയാണെങ്കിൽ വലിയ കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി അവർ നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. അതായത് നിന്റെ മെമ്മറിയുടെ കുഴപ്പമാണ്, നിനക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നൊക്കെ അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ നുണ പറയാണ്, നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റിക്കുകയാണ്, നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാണ്, ഇതൊന്നും അല്ല നമ്മൾ പറയേണ്ടത്. പകരം നമുക്ക് പറയാൻ പറ്റുന്നത്, ഐ റിമെമ്പർ ഇറ്റ് ഡിഫറെൻ്റ്ലി. ഞാനത് ഇങ്ങനെയാണ് ഓർക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിലുള്ളത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഓർമ്മയിൽ എന്ത് വേണമെങ്കിലും സൂക്ഷിക്കാം, പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഇതാണ് എന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ടും ഫേം ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അവർ നമ്മളെ പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ എന്തൊരു ദുഷ്ടനാണ്, നിങ്ങൾക്ക് കണ്ണീച്ചോരയില്ലേ, ഇങ്ങനെയൊന്നുമല്ല നമ്മൾ സംസാരിക്കേണ്ടത്. പകരം നമുക്ക് പറയാം, ലെറ്റ് us pause this conversation. നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം, നമ്മൾ രണ്ടുപേരും റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വിഷയം സംസാരിക്കാം. ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ അവർ കേൾക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരിത് അനുസരിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഇമോഷണലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ കോൺഫ്ലിക്റ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ സംസാരിച്ച് ഒരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി അവർ നമ്മുടെ ഒരു ബൗണ്ടറി വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും എൻ്റെ ബൗണ്ടറീസ് വയലേറ്റ് ചെയ്യുന്നു, നിങ്ങൾ എന്നെ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊന്നും അല്ല പറയേണ്ടത്. പകരം എനിക്കത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്, എനിക്കിതാണ് താല്പര്യം എന്നുള്ള രീതിയിലും ഐ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ച് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യു എന്ന പോയിന്റ് ഔട്ട് ചെയ്യാനോ അവരെ അറ്റാക്ക് ചെയ്യാനോ നിൽക്കരുത്. പകരം നമ്മുടെ സ്റ്റാൻഡ് ഐ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് പറയാം. നമ്മൾ യു എന്ന പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അവരുടെ ഇൻസെക്യൂരിറ്റീസ് പുറത്ത് വരുമോ എന്നുള്ള ഭയം കാരണം അവർ നമ്മളെ അബ്യൂസ് ചെയ്ത് അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഒരു നാർസിസ്റ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട 5 ഗോൾഡൻ റൂൾസിനെ കുറിച്ചാണ്. അതിനു മുമ്പ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സർവീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം. നമ്മളൊരു ഇമോഷണൽ ഹീലിംഗ് വർക്ക്ഷോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു 10 days കൊണ്ട് നമുക്കൊരു റിലീഫ് ഉണ്ടാവുന്ന രീതിയിൽ, ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പലതരത്തിലുള്ള ശാരീരിക മുറിവുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. കൈ മുറിയുക, ചതയുക, കൈയൊടിയുക, ഇത്തരം പല മുറിവുകളും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ശാരീരികമായിട്ടുള്ള മുറിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മളിതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുകയും അതിന് ഫസ്റ്റ് എയ്ഡ്, എന്തെങ്കിലും രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത്രയും കാലം കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏറ്റിട്ടുള്ള മുറിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല.
നമ്മൾ പോലും അറിയാതെ അത് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ചില സിറ്റുവേഷൻസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ട കാര്യം മാത്രമല്ല, പണ്ട് മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയും, അല്ലെങ്കിൽ ഭയങ്കര ഇൻറ്റൻസിറ്റിയിലുള്ളൊരു റിയാക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് വരും. അപ്പോൾ ബാക്കിയുള്ളവർ നമ്മൾ ഓവർ റിയാക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞ് നമ്മളെ ലേബൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാവുമെന്ന് വെച്ചാൽ പണ്ട് മുതലുള്ള എന്തൊക്കെയോ സഫറിങ്സ്, എന്തൊക്കെയോ വേദനകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതൊന്നും പ്രോപ്പറായിട്ട് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുകയോ അതിൽ നിന്നൊരു റിലീഫ് കിട്ടുകയോ ചെയ്തിട്ടില്ല. ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ വൂൺസ് എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിനേറ്റിട്ടുള്ള മുറിവുകൾ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാലം കൊണ്ട് നിങ്ങളുടെ മനസ്സിനേറ്റിട്ടുള്ള മുറിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും അതിൽ നിന്നൊരു റിലീഫ് നേടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്ത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതൊരു പ്രീ റെക്കോർഡഡ് പ്രോഗ്രാമാണ്. നമ്മളൊരു കോഴ്സ് ഫോമാറ്റിൽ 10 days കൊണ്ട് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും ബോറടിക്കരുതെന്ന് വിചാരിച്ച് 5 to 10 minutes വരുന്ന ഷോർട്ട് വീഡിയോസ് ആണ് ഓരോ ദിവസവും ഉള്ളൂ. ഓരോ വീഡിയോസും അതിലെടുക്കേണ്ട ആക്ഷൻസും അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിന് ആക്ച്വലി ഒരു 10,000 rupees വാല്യൂ വരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അഫോർഡബിൾ ആകണം എന്ന് വിചാരിച്ച് ഒരു 499 rupees, അതായത് ഒരു പിസ്സ കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു കുഴിമന്തി കഴിക്കുന്ന പ്രൈസിന് 10 days കൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഒരു സിംഗിൾ സെഷൻ എടുക്കണമെങ്കിൽ കേരളത്തിൽ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് വെച്ച് 1,000 to 5,000 പെർ സെഷന് ചാർജ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 10 sessions വിത്ത് സൈക്കോളജിസ്റ്റ് 1,000 rupees വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും 10,000 rupees അതിന് വർത്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മളിത് തെറപ്പി എടുക്കാൻ കഴിയാത്തവർക്കും ഒരുപാട് പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കും എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു റിലീഫ് കിട്ടണം, ഒരു ഹീലിംഗ് കിട്ടണം എന്ന് വിചാരിച്ച് ആ ഒരു ഇന്റൻഷനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഹീലിംഗ് ജേർണിയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുക്കാം. ലിങ്ക് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഡയറക്റ്റ്ലി ലോഗിൻ ചെയ്ത് കോഴ്സ് കണ്ടു തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തൊരു സെഷനിലേക്ക് കിടക്കുകയാണ്. 5 golden rules while talking to a narcissist. ഇതിലെ ഫസ്റ്റത്തെ റൂൾ എന്ന് പറയുന്നത് ഡോണ്ട് ഡിഫെൻഡ്, ഡോണ്ട് എക്സ്പ്ലെയിൻ, ഡോണ്ട് ജസ്റ്റിഫൈ. നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്ത് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റിഫൈ ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒന്നും കൂടി ആളിക്കത്താനുള്ള ഫ്യൂവലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്പർ 2, സ്റ്റിക്ക് ടു ഷോർട്ട് കാം റെസ്പോൺസസ്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഒരുപാട് ഇമോഷൻസ് ഒന്നും കാണിക്കാതെ കാമായിട്ട് സംസാരിക്കുക. അതുപോലെ തന്നെ ഷോർട്ട് റെസ്പോൺസസ് മാത്രം കൊടുക്കുക. നമ്മൾ ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയും, അതായത് ഒരു കല്ലിനോടാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളൊരു ഫീല് കൊടുക്കുക. ഇതൊരു കംപ്ലീറ്റ് സൈലന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കലല്ല. നമുക്ക് നോ കോണ്ടാക്റ്റിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, ഇയാളുടെ കൂടെ തന്നെ താമസിക്കണം, പക്ഷേ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കി പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതായത് നമ്മൾ മിനിമം മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ, ശരി, എനിക്ക് മനസ്സിലായി എന്നൊക്കെയുള്ള രീതിയിൽ ഷോർട്ട് ആൻസേഴ്സ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റോ സന്തോഷമോ സങ്കടമോ ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഒരു ന്യൂട്രൽ ടോണിൽ നോർമൽ ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ സംസാരിക്കുക. ഇത് പറയുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഇത് നല്ല രീതിയിൽ നമ്മൾ ഇമോഷൻ റെഗുലേഷൻ സ്കിൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലാണ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും റിലാക്സേഷൻ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സെഷൻസും എടുക്കാവുന്നതാണ്. പലപ്പോഴും വിക്ടിംസ് അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ സഫർ ചെയ്യുന്ന വ്യക്തി തെറപ്പി എടുക്കുന്നതിൻ്റെ നീഡ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്. അവരെ അബ്യൂസ് ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് മാറ്റാൻ പറ്റണമെന്നില്ല, പക്ഷെ നമ്മളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, ഒരു കാം റെസ്പോൺസ് എങ്ങനെ കൊടുക്കാൻ പറ്റും, നമ്മൾ ഇമോഷൻ റെഗുലേഷൻ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഇതൊക്കെ നമുക്ക് സൈക്കോതെറപ്പിയിലൂടെ പഠിക്കാൻ പറ്റും. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഫോക്കസ് അവേ ഫ്രം ബ്ലെയിം ഓൺ ടു ഡിസിഷൻസ്. എന്തെങ്കിലും കാര്യത്തിന് അവർ നമ്മളെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോക്കസ് എപ്പോഴും പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഡിസിഷൻ എടുക്കുന്നതിലേക്ക് കൊണ്ടുവരിക. 4th one, ഡോണ്ട് ആർഗ്യൂ ഫോർ യുവർ വർത്ത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വർത്ത് അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും പറ്റില്ല. ഇത് ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർ നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നറിയാം, എന്നാലും അവരെന്തെങ്കിലും നുണപ്രചരണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അവരുടെ മുമ്പിൽ പോയി. അവർക്ക് സത്യം അറിയാനിട്ടല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണ്ട, അവർക്ക് നമ്മൾ കൺട്രോൾ ചെയ്താൽ മതി. അതാണ് അവരുടെ ഇൻറ്റൻഷൻ. അപ്പം നമ്മൾ പോയിട്ട് നമ്മുടെ വെറുതെ അവരുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ട. പല എക്സ്പീരിയൻസിലും നിങ്ങൾ ചിലപ്പോൾ പലതവണ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി അവിടെ കിടന്ന് കരഞ്ഞ് ബുദ്ധിമുട്ടാവുക എന്നുള്ളതായിരിക്കും സംഭവിക്കുന്നത്.
ഞാൻ പറയുന്നത് ഒരു നോർമൽ റിലേഷൻഷിപ്പിൽ നമ്മൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നാൽ അത് ക്ലാരിഫൈ ചെയ്യരുതെന്നല്ല. ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമുക്ക് പറയാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. കേൾക്കാൻ തയ്യാറാവുന്ന ആളാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ചിലരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഒന്നോ രണ്ടോ വട്ടം പറഞ്ഞാലും അവർ മനസ്സിലാകാതെ വീണ്ടും വീണ്ടും നമ്മളെ ബെഗ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അവരെ പുറകെ നടന്ന് നമ്മുടെ ബർത്ത് പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യേണ്ടി വരും. ഫിഫ്ത്ത് വൺ, നോ വെൻ ടു ഡിസെൻഗേജ്. എപ്പോഴാണ് ആ ഒരു കോൺവെർസേഷൻ നമുക്ക് നിർത്താൻ പറ്റുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു ഗ്രേ റോക്ക് മെത്തേഡാണ് അപ്ലൈ ചെയ്യണമെങ്കിലും കുറേ നേരം നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ, അയ്യോ ചായ വെക്കാൻ സമയം, ഞാൻ പോയി ചായ ഉണ്ടാക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ തുണി വിരിച്ചതെടുത്തിട്ടില്ല, ഞാൻ പോയി എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ജസ്റ്റ് കാഷ്വലി അവിടെ നിന്ന് മാറാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മാറുക. കുറേ നേരം നമ്മൾ അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കോൺവെർസേഷനിൽ ഈ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു പോയിന്റിലോട്ട് ഗ്യാപ്പ് കിട്ടിയാൽ നമ്മൾ എന്തെങ്കിലും ഒരു തിരക്ക് പറഞ്ഞ് അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 5 ഗോൾഡൻ റൂൾസിൽ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓർക്കുക, ഇവിടുത്തെ നമ്മുടെ ഇന്റൻഷൻ എന്നുള്ളത് നാർസിസിനെ സംസാരിച്ച് തോൽപ്പിക്കുക എന്നുള്ളതല്ല, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മെന്റൽ പീസ് പ്രൊട്ടക്ട് ചെയ്യുക, നമ്മൾ ഇമോഷണലി ഷാറ്റേർഡ് ആയി പോവാതിരിക്കുക. അതുപോലെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ നമ്മുടെ ഇമോഷണൽ ഹീലിംഗ് വർക്ക്ഷോപ്പ് ആ ഒരു ജേർണിയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ഇത്തരത്തിലുള്ള സൈക്കോളജി റിലേറ്റഡ് കണ്ടന്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.